ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ 25 ഇന്ന് നാം വാഴ്ത്തപ്പെട്ട ഹിമേലസിനെ അനുസ്മരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാം. ബിസിത്താനോയിലെ വാഴ്ത്തപ്പെട്ട ഹിമേലസ് കലാപ്രിയായിൽ 1582 ഹിമേലസ് ജനിച്ചു. ജ്ഞാനസ്നാതനാമം ലൂക്ക് ആന്റണി എന്നായിരുന്നു. ദൈവത്തിൽ വളരാൻ ലൂക്ക് ആന്റണിയെ ഭക്തരായ മാതാപിതാക്കൾ സഹായിച്ചു. സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം കളിനോട്ടങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ ലൂക്ക് ആന്റണി ഇഷ്ടപ്പെടുന്നത് പ്രാർത്ഥനയും ദേവാലയ സന്ദർശനവും ഒക്കെയാണ്. 18-ാം വയസ്സിൽ ദൈവം തന്നെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഹിമേലസ് ഫ്രാൻസിസ്കൻ സഭയിൽ ഒരു സഹോദരനാകാൻ നിശ്ചയിച്ചു. സഭാപ്രവേശനത്തിന് നിരവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം ക്ഷമയോടെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. 9 വർഷങ്ങൾക്ക് ശേഷം ബിസിത്താനോയിലെ ആശ്രമത്തിൽ പ്രവേശിച്ചു. വിനീതൻ എന്നർത്ഥമുള്ള ഹിമേലസ് എന്ന പേര് സ്വീകരിച്ചു. സഹപാഠികൾക്ക് ഒരു വലിയ മാതൃകയായിരുന്നു. അവൾ ഉത്ഭവമാതാവിനോടും ദിനപാഠത്തോടുമുള്ള ഭക്തിയിൽ നിരന്തരം വളർന്നു. വിനീതരെ എഴുതുന്ന കർത്താവ് ഹിമേലസിനെ വിജ്ഞാനവും ദിവ്യപ്രകാശവും നൽകി അനുഗ്രഹിച്ചു. പണ്ഡിതന്മാർ പോലും ഹിമേലസിന്റെ പക്കൽ വിജ്ഞാനവും പ്രശ്നപരിഹാരവും തേടി വന്നിരുന്നു. മാർപ്പാപ്പമാർ നിർബന്ധിച്ചപ്പോൾ പലപ്പോഴും ചർച്ചകൾക്കായി റോമിൽ പോയി താമസിക്കേണ്ടതായി വന്നു. രോഗബാധിതനായപ്പോൾ അദ്ദേഹം തിരിച്ച് തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു. ചികിത്സകളൊന്നും അദ്ദേഹത്തിന്റെ രോഗത്തെ ശമിപ്പിച്ചതേയില്ല. അധികം വൈകാതെ തന്നെ ഹിമേലസ് മരണമടഞ്ഞു. ഇവിടെ നമുക്ക് ശാശ്വതമായ ഒരു ഭവനമില്ല. ഒരു ഭവനത്തിനായി നാം ഉന്നതങ്ങളിലേക്ക് നോക്കി നിൽക്കുകയാണ്. നന്ദി.